ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഫൺ ഫാക്ടറി. ഇന്ന് ഞാനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കൊണ്ടുവന്നത്. നമ്മൾ പലരും AI കുറിച്ചും ChatGPT കുറിച്ചും കേട്ടു. ChatGPT എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നമുക്ക് ഉദാഹരണം ഒരു ലെറ്റർ എഴുതണം. നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്താണ്, നമ്മളൊരു ബുക്ക് റെഫർ ചെയ്ത് നമ്മൾ അതിനകത്ത് നോക്കി അതിൻ്റെ മോഡലൊക്കെ കണ്ടുപിടിച്ച് നമ്മളിത് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഒരു എസ്സേ എങ്ങനെ എഴുതണമെന്നൊക്കെ നമ്മൾ ഒരു ലൈബ്രറിയിലൊക്കെ പോയി റെഫർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു എസ്സേ ഒക്കെ എഴുതുക. ഇപ്പോൾ ChatGPT എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു എസ്സേ എഴുതണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, നമുക്കിപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് എസ്സേ എഴുതണമെങ്കിൽ നമ്മൾ റെഫർ ഒന്നും ചെയ്യണ്ട. നമ്മൾ ChatGPTക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ChatGPT എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ChatGPTയോട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ChatGPT നമുക്ക് വേണ്ടിയിട്ട് അവർ എസ്സേ ഫുള്ളായിട്ട് എഴുതരും. അതുപോലെ ലെറ്റർ എഴുതിക്കാൻ പറ്റും, പല പല കാര്യങ്ങളും ChatGPT ഉപയോഗിക്കാം. ഈ ChatGPT ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രോസസ്സിംഗ് പവർ വേണം. ഈ പ്രോസസ്സിംഗ് പവർ അതിന് ഇവിടെ നിന്നാണ്, ഇതൊക്കെ വേറെ സെർവറുകളിൽ റൺ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ChatGPTയിൽ സൈൻ ഇൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇതൊക്കെ കിട്ടുക. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട്, ലോക്കലി നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. LM സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ LM സ്റ്റുഡിയോയുടെ വെബ്സൈറ്റാണിത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പല ടൈപ്പ് മോഡലുകളുണ്ട്. അതായത് ChatGPTയുടെ പല ടൈപ്പ് മോഡലുകളുണ്ട്. ലാമ 3, 5, ഫാൽക്കൺ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റാം ഒരു 8GB+ നമുക്ക് വേണം, എന്നാലായിരിക്കും ഇത് റൺ ചെയ്യാനായിട്ട് പറ്റുക സ്മൂത്തായിട്ട്. അത് ഇതിനകത്ത് റിക്വയർമെൻറ്റ് കാണിച്ചിട്ടുമുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് LM സ്റ്റുഡിയോയുടെ വെബ്സൈറ്റ് ഇതാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, ഇത് വെബ്സൈറ്റിൽ കയറുക. നമുക്ക് ആപ്പിൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ളതുണ്ട്, വിൻഡോസിനുണ്ട്, ലിനക്സിനുണ്ട്. നമ്മളിപ്പോൾ വിൻഡോസിനായതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം ആ ഫയല് നമ്മൾ റൺ ചെയ്യണം. അതായത് ഒരു കംപ്രസ്ഡ് ഫയലായിരിക്കും. അതിന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടും LM സ്റ്റുഡിയോയുടെ. ഇതിനകത്ത് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഹോം, ഇവിടെ സെർച്ച്, ഇവിടെ ചാറ്റ്, ചാറ്റ്, ഇത് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയും. ഇതെല്ലാം ഇവിടെ തന്നെ എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ ലോക്കൽ സെർവർ, ഇവിടെ മൈ മോഡൽസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പലതരം ChatGPT മോഡലുകളുണ്ട്. ഓരോന്നും ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരുണ്ടാക്കി. കോഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ChatGPT, നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ChatGPT ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് മോഡലുകൾ ഉണ്ടാവും. ഈ മോഡലുകളെല്ലാം പല പല സൈസിനകത്തായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ലാമ 3 ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തു. ഇതിന്റെ ഫയൽ സൈസ് 4.92 GB ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റിക്വയർമെന്റ് 8GB 8GB കൂടുതൽ റാം വേണം എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ റിക്വയർമെന്റ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം ഡൗൺലോഡ് ചെയ്താൽ ഇതേപോലെ കിടക്കും. അത് ഒന്ന് ഡൗൺലോഡ് കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ആയിക്കോളും. അതിവിടെ അതിന്റെ കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ അറിയാനും പറ്റും. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുക, ഇവിടെ ചാറ്റയിൽ പോയാൽ മതി. അതിന് മുമ്പേ നമുക്ക് ഇതേപോലുള്ള മോഡലുകൾ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുമ്പോൾ അതിന്റെ ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ മോഡലുകൾ ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇതേപോലെ ഓരോരോ മോഡലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെയൊക്കെ റിക്വയർമെന്റും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള എന്നുള്ളൊരു ബ്രീഫായിട്ട് ഡിസ്ക്രിപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഓക്കെ, ഇത് നോക്കൂ, ഡീപ് സീക്കർ കോഡർ. ഇത് കോഡിങ്ങിന് സഹായിക്കുന്നതാണ്. ഇതിന്റെ കേപ്പബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഓരോന്നിങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. ഇനി ഞാനിപ്പോൾ ചാറ്റ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ട AI ചാറ്റ് എന്നുള്ളത് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഏത് മോഡലാണ് ഉപയോഗിക്കേണ്ടത്, അതായത് ഞാൻ 2-3 മോഡൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച മോഡൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ റാമിന്റെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ റാമിന്റെ യൂസേജ്, CPU-യുടെ നമ്മളെ കമ്പ്യൂട്ടറിന്റെ CPU-യുടെ യൂസേജ്, ഇതെല്ലാം ലോക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ആ മോഡൽ സെലക്ട് ചെയ്യണം. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നോക്കൂ, 3 മോഡൽ ഡൗൺലോഡ് വെച്ചിട്ട് 4.11 GB ഒരു മോഡലും 2.67 GB-യുടേതും 4.92 GB. ഓക്കെ, ഈ 3 ഉണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇതെന്ത് ചെയ്യണം, എനിക്കിപ്പോൾ റൺ ചെയ്യേണ്ടത് ഞാൻ ഇതങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, ഹെർമിസ് 2
പ്രോ മിസ്ട്രാൽ. ഓക്കെ, അതാണ് ഞാനിപ്പോൾ മോഡൽ സെലക്ട് ചെയ്യുന്നത്. ആ മോഡൽ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു നോക്കൂ, എൻ്റെ റാമിലേക്ക് ഇത് ലോഡ് ചെയ്യുകയാണ്. ഓരോരുത്തരുടെ കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിന്റെ സ്പീഡും മാറുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോ ഇത് ലോഡായി. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇജക്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത മോഡൽ സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഓരോ മോഡലും ഓരോ ടൈപ്പിലായിരിക്കും ജനറേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ അതിനകത്ത് കൊടുക്കുകയാണ് വാട്ട് ഈസ് ആൻ എർത്ത്ക്വേക്ക്. ഞാനിപ്പോൾ ഇതിനോട് ചോദിക്കുകയാണ് എർത്ത്ക്വേക്ക് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവർ അനുസരിച്ചിട്ടായിരിക്കും ഇത് ജനറേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പൊ നോക്കൂ, CPU-യുടെ യൂസേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിവിടെ പ്രോസസ്സ് ചെയ്യുവാണ്. An earthquake is a natural event that occurs when the Earth's crust experiences sudden release of energy, causing the ground to shake. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അത് പറഞ്ഞു തരാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്, LM സ്റ്റുഡിയോയുടേത്. ഇത് ഫ്രീ ടു യൂസ് ആണ്. ഇത് ഇപ്പോഴേ നമുക്ക് എർത്ത്ക്വേക്ക് എന്താണെന്നുള്ളതൊരു ബ്രീഫായിട്ട് അവർ പറഞ്ഞു തരും. ഇനി നമുക്കതിന് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ മോറെന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഫോളോ അപ്പ് എന്താണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ ബാക്കി ഉള്ള ഡീറ്റെയിലും കൂടെ നമുക്ക് തരും. നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് ഇതിന് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് ഒരു AI അസിസ്റ്റന്റിനെ കിട്ടിയ കണക്കാണത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ CPU യൂസേജ് കൂടുന്നത് കാണാൻ പറ്റും, റാമിൻ്റെത് അറിയാൻ പറ്റും. ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടറിൽ 32 GB റാം ഉണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു 8 GB കൂടുതൽ 16 GB ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുണ്ടെങ്കിൽ 8 GB പ്ലസ് ആണ് ഉപയോഗിക്കാം. ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ അൺസെൻസേർഡ് ആണ് കേട്ടോ, അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പം നമ്മൾ ഇതിപ്പോൾ സെർച്ച് ചെയ്തത് ഈ മോഡൽ. ഇനി അടുത്ത മോഡൽ എങ്ങനെ ലോഡ് ചെയ്യുന്നു കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഇജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇജക്റ്റ് ചെയ്തു. എന്ത് നൗസ് റിസർച്ചിൻ്റെ ഹെർമസ് 2 പ്രോ എന്ത് ചെയ്തു, ഇജക്റ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത മോഡൽ ലോഡ് ചെയ്യാനകത്ത് ഞാനിപ്പോൾ ലാമ 3 അതാണ് കൊടുത്തതെന്ന് വെച്ചാൽ, അപ്പോൾ എന്ത് ചെയ്തു, ഈ മോഡൽ ഇതിനകത്ത് ലോഡായി. ഇത് ലോഡായി. ഇപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം ടെക്ടോണിക് പ്ലേറ്റ്സ് നോക്കുക. അതിൻ്റെ റാം യൂസേജ് 5.39 GB, CPU 3.57, അങ്ങനെ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ വേണമെങ്കിൽ 2 മോഡൽ നമുക്ക് കമ്പയർ ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മോഡലുകളൊക്കെ ഇവിടെ ഇതിനകത്ത് കാണാം, ഇതിനകത്തുണ്ടാവും. ഇതേപോലെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. സൂപ്പർ അല്ലേ? ഇതിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ യൂസറായിട്ടും അസിസ്റ്റൻ്റായിട്ടും മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇതിനകത്ത് കുറേ സെറ്റിങ്സ് ഉണ്ട്. ഞാനിതിലൊരു ഡീഫോൾട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളൂ, മാറ്റി നോക്കിയിട്ടില്ല. ഞാൻ പുതിയ കാണണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോപ്പിനോട് സ്റ്റോപ്പ് കൊടുക്കാം. ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ ഇവിടെ
എക്സ്പോർട്ട് ഓപ്ഷൻ കിടപ്പുണ്ട്. അത് നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളത്, അത് സിമ്പിൾ ടെക്സ്റ്റ് ആയിട്ട് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, എൻ്റെ മൈ മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇതൊക്കെ ഏതാണെന്നുള്ളത് കാണിച്ചു തരും. ഓക്കെ, ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ടും ലോക്കലി തന്നെയും ChatGPT റൺ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കെ.